നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കി ഗവർണർ. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുവെന്ന് രാജ്ഭവൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടാൻ സർക്കാർ നീക്കം. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട്. തിരുവനന്തപുരത്ത് കനത്ത മഴയിൽ വിവിധയിടങ്ങളിൽ മരമൊടിഞ്ഞു വീണു. കാസർഗോഡ് ചെറുവത്തൂർ വീരമല കുന്നിടിഞ്ഞു. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൽ കർഷകർ കോടതിയിലേക്ക്. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം. ദുരന്തത്തിൽ അടിയന്തര അന്വേഷണം. രാസമാലിന്യം ഒഴുക്കിയോ എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. എറണാകുളം കണ്ണമ്മാലിയിൽ കടൽഭിത്തി ആവശ്യം ശക്തമാകുന്നു. ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ. ചെല്ലാന മോഡൽ ടെട്രാപോഡ് പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ഇന്ന് ഉന്നതതല യോഗം. ആശുപത്രി അധികൃതരോട് നേരിട്ട് ഹാജരാകാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചതും ചർച്ചയാകും. മെമ്മറി കാർഡ് കേസിൽ ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന ആവശ്യം. കീഴ്ക്കോടതികൾക്ക് സർക്കുലർ ബാധകമാക്കണം. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായുള്ള സ്മാരക മന്ദിരോദ്ഘാടനം ഇന്ന്. CPM സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യും. ഇറാൻ പ്രസിഡന്റ് മരിച്ച ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയെന്ന പ്രചരണം. ഉന്നതതല അന്വേഷണം തുടരുന്നു. ഇബ്രാഹിം റെയ്സിയുടെ സംസ്കാരം നാളെ ജന്മനാട്ടിൽ. വിലാപയാത്രയിൽ പങ്കെടുത്ത് ലക്ഷങ്ങൾ. ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ അവസാനിക്കും. വോട്ടെടുപ്പ് 58 മണ്ഡലങ്ങളിൽ. മേനക ഗാന്ധിയും കനയ്യകുമാറും ഉൾപ്പെടെ ജനവിധി തേടുന്നു. മോദി നാളെ ഈസ്റ്റ് ഡൽഹി. പാലക്കാട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങി പുലി. സംഭവം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത്. വിശദമായ വാർത്തയിലേക്ക്. തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് മടക്കി ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്ഭവന്റെ നടപടി. VV അരുണാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അരുൺ, രാജ്ഭവൻ മടക്കിയിരിക്കുകയാണ് ഓർഡിനൻസ്. ഈ പെരുമാറ്റച്ചട്ടം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇനി എന്താണ് തുടർ നടപടികൾ? അശ്വതി, പെരുമാറ്റച്ചട്ടത്തിന്റെ പേര് പറഞ്ഞാണ് രാജ്ഭവൻ ഓർഡിനൻസ് മടക്കിയിരിക്കുന്നത്. മടക്കി ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം തേടി അയക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഓർഡിനൻസുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന വിലയിരുത്തലാണ് ഗവർണർക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഡിനൻസ് ഇപ്പോൾ രാജ്ഭവൻ മടക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് സംസ്ഥാനത്തെ വാർഡുകൾ പുനർവിഭജിക്കാനുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ പുനർവിഭജിക്കാനുള്ള ഓർഡിനൻസ് ഇറക്കിയത്. 6 മാസം കൊണ്ട് ഇത് പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ പുതിയ വാർഡുകളുമായി അതായത് വോട്ടർ ജനസംഖ്യ വർദ്ധിക്കുന്നതിനാൽ ഈ വോട്ടർ പട്ടികയിൽ മാറ്റം വരണം. അതുപോലെ തന്നെ വാർഡുകളുടെ എണ്ണം കൂടണം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ചുരുങ്ങിയത് ഒരു വാർഡെങ്കിലും അധികം വരും. 1200 തദ്ദേശ സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുള്ളത്. 1600 പുതിയ അംഗങ്ങൾ അടുത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതാണ്. പക്ഷേ അതിപ്പോൾ അനുവദിക്കാനാകുന്ന നിലപാടിലാണ് ഗവർണറുള്ളത്. ഓർഡിനൻസ് ഇറക്കിയതുകൊണ്ട് തന്നെ അടുത്ത സഭാ സമ്മേളനം ചെയ്യുമ്പോൾ ഇത് അവതരിപ്പിച്ച് പാസാക്കി എടുക്കാനായിരുന്നു സർക്കാരിന്റെ നീക്കം. മറ്റന്നാൾ വെള്ളിയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനം ജൂൺ 10 ആരംഭിക്കാൻ ഗവർണർക്ക് ശുപാർശ ചെയ്യാനും ആലോചിച്ചിരുന്നു. ഇപ്പോൾ ഈ ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചതോടുകൂടി സർക്കാർ ആ രീതിയിൽ വെട്ടിലാവുകയാണ്. കാരണം നിയമസഭാ സമ്മേളനം വിളിക്കാനുള്ള ശുപാർശ ഇനി ഗവർണർക്ക് നൽകാൻ കഴിയില്ല. നൽകിയാൽ ഈ ഓർഡിനൻസ് ലാപ്സ് ആവുകയും ചെയ്യും. കാരണം നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചാൽ പിന്നീട് ഓർഡിനൻസുകൾക്ക് പ്രസക്തിയില്ല, അത് ലാപ്സായി പോകും. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് മുന്നിൽ ഈ ഓർഡിനൻസ് ഉള്ള സാഹചര്യത്തിൽ മറ്റന്നാൾ ചേർന്ന മന്ത്രിസഭാ യോഗം എങ്ങനെ നിയമസഭാ സമ്മേളനം വിളിക്കാൻ ശുപാർശ ചെയ്യുമെന്ന ആശങ്കയിലാണ്
സർക്കാരുള്ളത്. അല്ലെങ്കിൽ ഈ ഓർഡിനൻസ് വേണ്ടെന്ന് വെച്ച് ബില്ലുമായി മുന്നോട്ട് പോകണം. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ബില്ല് തയ്യാറാക്കി സഭയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്. അതാണ് ഇപ്പോൾ സർക്കാരിനെ കുഴക്കുന്ന വിഷയം. പ്രതിസന്ധി മറികടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിഷയത്തിൽ സർക്കാർ കത്ത് നൽകും. ആർക്കും എതിർപ്പുള്ള വിഷയമല്ല, സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനൻസിന് അംഗീകാരം നൽകണമെന്ന ആവശ്യം ഇന്ന് സർക്കാർ ചീഫ് സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടും. മറ്റന്നാൾ മന്ത്രിസഭാ ചെയ്യുന്നതിന് മുന്നോടിയായി അത് അനുമതി വാങ്ങിയെടുക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഓർഡിനൻസുമായി മുന്നോട്ട് പോകാം. ഓർഡിനൻസ് സഭയിൽ വരുമ്പോൾ ബില്ല് അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാനും കഴിയും. ഏതായാലും സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ ഗവർണർ നടത്തിയിരിക്കുന്നത്. കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്ത ഗവർണർ നടപടി ഹൈക്കോടതി തടഞ്ഞിരുന്നു. അത് വലിയൊരു തിരിച്ചടിയായി ഗവർണർക്ക് മാറുകയും ചെയ്തു. അതിനെ മറ്റൊരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയാണ് ഗവർണർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സർക്കാരിനെ വീണ്ടും ഗവർണർ ഒരു അർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുകയാണ്. ശരി അരുൺ, എന്തായാലും തദ്ദേശ വാർഡ് പുനർവിഭജനം സംബന്ധിച്ച് ഓർഡിനൻസ് മടക്കി അയച്ചിരിക്കുകയാണ് ഗവർണർ. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്നാണ് വിശദീകരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. വി അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഇന്ന് റെഡ് അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി ശക്തമായ മഴ പെയ്തു. അട്ടക്കുളങ്ങര അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഇപ്പോൾ വിനോദ് ചേരുന്നു തത്സമയം. വിനോദ്, ഈ മഴ, വേനൽ മഴ കടുത്തപ്പോൾ ഏറ്റവും അധികം ബാധിച്ചത് ഒരു ജില്ല തിരുവനന്തപുരമാണ്. വലിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും ശക്തമായ മഴ പെയ്തിരുന്നു. എന്താണ് നിലവിലെ അവസ്ഥ? അശ്വതി, സാധാരണ നിലയിൽ ഇങ്ങനെ മഴ ശക്തമായി തുടരുമ്പോൾ നഗരത്തിലെ തോടുകൾ, ആമഴഞ്ചൻ തോടും കണ്ണമ്പൂലത്തോടും പാർവതീപുത്തനാറുമൊക്കെയും കരകവിയുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ആ തോടുകളെല്ലാം കൃത്യമായി ശുചീകരിച്ചതുകൊണ്ട് നല്ല വെള്ളമൊഴുക്കുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്ന നിലയുണ്ട്. പക്ഷേ ഇപ്പോൾ നഗരവാസികൾക്ക് തലവേദനയായിരിക്കുന്നത് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അനിശ്ചിതകാലമായി ഇഴഞ്ഞു നീളുന്നതാണ്. നേരത്തെ തന്നെ ഈ നഗരത്തിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മേയർ ഉൾപ്പെടെ ഉറപ്പു നൽകിയതാണ്. ഏപ്രിൽ കഴിയില്ല, അതിനു മുൻപ് തന്നെ ഈ പ്രവൃത്തികൾ പൂർത്തിയാക്കും. മെയ് മാസത്തിലേക്ക് കടന്നു. ഇപ്പോൾ ജൂണിലേക്ക് സ്കൂൾ തുറക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പോലും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുന്നത്. പല റോഡുകളും വെട്ടിപ്പൊളിച്ച അവസ്ഥയിലാണ്. അട്ടക്കുളങ്ങരയാകട്ടെ, അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചൂരേക്ക് പോകുന്ന റോഡാകട്ടെ, തൈക്കാട് ആശുപത്രിക്ക് മുന്നിലുള്ള റോഡാകട്ടെ, അങ്ങനെ പല റോഡുകളും 6 മാസത്തിലധികമായി ഈ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത് കാരണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് കടകളിലേക്കും മറ്റുമൊന്നും ആളുകൾക്ക് കയറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. തലസ്ഥാനത്ത് അതാണ് പൊതുവിലുള്ള ഒരു സ്ഥിതി. ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സംസ്ഥാന വ്യാപകമായി തന്നെ മഴ അനുഭവപ്പെടും എന്ന കാര്യമാണ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പെയ്യുന്ന വേനൽ മഴ അത് കാലവർഷം ഇതിന്റെ തുടർച്ചയായി തന്നെ എത്തും. അതായത് ഒരുപക്ഷെ ഇടവേളയില്ലാതെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ആൻഡമാനിൽ നിന്നുള്ള ഈ മഴമേഘങ്ങൾ നേരത്തെ തന്നെ കാലവർഷത്തിന് അനുകൂലമായ രീതിയിൽ തെക്കേ ഇന്ത്യ ലക്ഷ്യമാക്കിയുള്ള അതിന്റെ ഒരു സഞ്ചാരമുണ്ട്. അതിനിടയിലാണ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം കൂടി രൂപം കൊള്ളുന്നത്. കടലിൽ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും തിരമാലയും ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ കടലിൽ പോകരുതെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരത്ത് പൊന്മുടി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ അടച്ചിരുന്നു. അവിടങ്ങളിലേക്ക് പോകുന്നതിനും ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ പോലുള്ള മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പോലീസും അഗ്നിശമന സേനയും കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് സജ്ജമാണ്. ആവശ്യമെങ്കിൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായി തന്നെയാണ് സേനാ വിഭാഗങ്ങൾ നിലകൊള്ളുന്നത്. മഴ അടുത്ത ദിവസവും തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പായുള്ളത്. അവിടെ ഏറ്റവും പ്രധാനമായി വരുന്നത് വേനൽ മഴ എന്ന നിലയ്ക്ക് തുടങ്ങിയത് ഇടവേളയില്ലാതെ കാലവർഷത്തിലേക്ക് പോകുമോ എന്നതാണ്. എങ്കിൽ കേരളത്തിൽ ശക്തമായ മഴ തന്നെ ഈ സീസണിൽ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അശ്വതി, ശരി വിനോദ് തന്നെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് വളരെ വലിയ പ്രതിസന്ധിയാണ് ഇത്തവണ ഉണ്ടാക്കിയത്. തലസ്ഥാന നഗരിയിൽ മഴ തുടരുകയാണ്. ജനജീവിതം ദുസ്സഹമായി നിലനിൽക്കുകയാണ്. അട്ടക്കുളങ്ങരയിലെ വെള്ളക്കെട്ടിന് ഇതുവരെയും ശാശ്വത പരിഹാരമായിട്ടില്ല. കച്ചവട സ്ഥാപനങ്ങളും അവിടെ പ്രതിസന്ധിയിലാണ്.
ഇങ്ങനെ പണി നടക്കുന്നത്? പണി എത്ര ദിവസം 2-3 ദിവസം കൊണ്ട് നടക്കാനാണ്. ഈ മഴ വന്നപ്പോ ബുദ്ധിമുട്ടായോ? പിന്നെ ഇനി എന്ത് ചെയ്യാ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മഴയത് ബുദ്ധിമുട്ടില്ല. ഒരുപാട് ദിവസമായിട്ടോ പണി? ഒരുപാട് ദിവസമായി. ഒരു മാസം കൊണ്ട് ഇങ്ങനെ കിടക്കാൻ പോകും. കടകളിലൊക്കെ കയറാൻ പാടാണ്. എന്തുകൊണ്ട് ഈ വരുന്ന ആളുകൾ കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിലെ കുറവുണ്ടോ? കുറവുണ്ടായിട്ടോ അങ്ങനെ ബുദ്ധിമുട്ടാണോ? കച്ചവടം കുറവല്ലേ, മഴ ഇതെല്ലാം രാവിലെ കച്ചവടങ്ങളൊക്കെ കുറവാണ്. പിന്നെ അത് എങ്ങനെയായാലും വരില്ലേ. ഇപ്പൊ മഴ ഇത്ര നേരം ഉണ്ടായിരുന്നല്ലോ, മഴ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഈ പണി നീണ്ടു പോകുന്നുണ്ടോ ഇവിടെ? എങ്ങനെയാട്ടോ ഈ മഴയത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? വലിയപാട് ഇതാ പാലം ബോട്ട് എടുത്ത് ഇതിലാണ് വരണതും പോണതും. ആഹാരത്തിനെ കഷ്ടത്തിലിരിക്കുകയാണ്. ആഹാരം പൈസ കാണാം, കൊടുത്ത് വാങ്ങിക്കേണ്ടേ. വലിയപാട്. ഇത് വയസ്സായ ആളുകൾക്ക് ഇങ്ങനെ നടന്നു പോകാനൊക്കെ പ്രയാസമല്ലേ? പ്രയാസം. പിന്നെ ഒരാൾ പിടിച്ചാലേ അങ്ങോട്ട് പോകാൻ നോക്കുള്ളൂ, ഇല്ലെങ്കിൽ ആളവിടെ നിന്ന് ആ വെള്ളത്തിലായി പോകും. നമ്മൾ അട്ടക്കുളങ്ങര റോഡാണ്, കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയിൽ കണ്ട സമാനമായ കാഴ്ച തന്നെയാണ്. ഇന്നും രാവിലെ വലിയ മഴയുണ്ടായിരുന്നു. ഈ മഴയുടെ ഒരു ദുരിതക്കാഴ്ച തന്നെയാണ്. ആളുകൾ ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ വരുന്നതിനും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ അവരുടെ കച്ചവടത്തെയൊക്കെയും ബാധിക്കുന്ന നിലയിൽ തന്നെയാണ് സാഹചര്യം. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നീണ്ടുപോകുന്നു, അത് സമയബന്ധിതമായി പൂർത്തിയാകുന്നില്ല എന്നൊരു പരാതി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ വകുപ്പുകളുടെ ഏകോപനം അത് സംബന്ധിച്ചൊക്കെ വലിയ വിമർശനമുണ്ട്. ഏതായിരുന്നാലും മഴക്കാലം വീണ്ടും കാലവർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ഇടവേള പോലുമില്ലാതെ ഒരുപക്ഷെ വേനൽ മഴയിൽ നിന്ന് കാലവർഷം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാകും. തിരുവനന്തപുരം നഗരത്തിലെ പലയിടങ്ങളിലും ഇതാണ് കാഴ്ച. ജനറൽ ആശുപത്രിയിൽ നിന്ന് വഞ്ചൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡൊക്കെയും അവിടെ സ്കൂളുകളും കോടതിയും ഒക്കെയും ഉള്ളതാണ്. വലിയ തിരക്കുള്ള പ്രദേശമാണ്. ആ നിലയ്ക്ക് പല സ്ഥലങ്ങൾ, തൈക്കാട് ആശുപത്രിയുടെ മുന്നിലെ റോഡ്, അവിടെയും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. വലിയ വെള്ളക്കെട്ടാണ് നമ്മൾ ഈ കാണുന്നത്. പല കടകളും അടച്ചു പോകുന്ന സാഹചര്യമുണ്ട്. ഈ പ്രവൃത്തികൾ അനന്തമായി നീളുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കടകളിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യം. മഴ കൂടി ആയതോടുകൂടി വലിയ പ്രതിസന്ധിയായിരിക്കുന്നു. പലരും ഈ താൽക്കാലിക പാലം പോലെ പലതും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെയും തകർന്നുപോയ അവസ്ഥയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പാലം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അത് വെള്ളത്തിൽ തകർന്നു കിടക്കുകയാണ്. ഇതൊക്കെ കച്ചവടത്തെ വലിയ തോതിൽ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അനന്തമായി ഈ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത്, അതിനെതിരെയാണ് ഈ വലിയ വിമർശനം ഉയർന്നു വരുന്നത്. ഹരിവിതുരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് തിരുവനന്തപുരത്തെ മഴക്കാഴ്ച. വി വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കാസർഗോഡേക്ക് പോകാം. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞ് ദേശീയപാതയിൽ ചെളി നിറഞ്ഞു. പൈവളികയിൽ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റു. ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ 24 മണിക്കൂറായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. എന്തായാലും കാര്യംകോട് പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലായി ഷട്ടർക്കം ബ്രിഡ്ജ് ഏത് സമയത്തും തുറക്കുമെന്നാണ് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഒപ്പം ഈ കാര്യംകോടിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് വീരമലക്കുന്നിലാണ്, ചെറുവത്തൂരിനടുത്ത് വീരമലക്കുന്നിൽ. ഇവിടെ വലിയ തോതിലുള്ള അപകട ഭീഷണിയാണ് ഉള്ളത്. ഒരു കുന്ന്, ഈ വീരമലക്കുന്ന് ഇടിച്ച് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ദേശീയപാതയുടെ നിർമ്മാണം നടത്തിയതാണ് വലിയ പ്രതിസന്ധിക്ക് കാരണമാക്കിയത്. ഇപ്പോൾ ഇവിടെ വലിയ തോതിലുള്ള വെള്ളവും അതുപോലെ തന്നെ മണ്ണും റോഡിലേക്ക്, ദേശീയപാതയിലേക്ക് ഒലിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയൊക്കെ ഇതുവഴി ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ വലിയ വെള്ളക്കെട്ടായിരുന്നു ഈ ഭാഗത്ത്, ഒപ്പം ചെളിയും. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും കുന്നിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നു. ഈ വീരമലക്കുന്ന് വലിയ തോതിൽ ചരിത്രത്തിൻ്റെ ഒരു ഇടമാണ്. ഇവിടെ ഡച്ച് കോട്ടയുടെ അവശേഷിപ്പ് ഇപ്പോഴും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നിരവധി അപൂർവ സസ്യ ശേഖരങ്ങളുടെ ഒരു പ്രദേശം കൂടിയാണ്. മാത്രമല്ല നിരവധി ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ച ഒരു വീരമലക്കുന്നാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇതിൻ്റെ 3/4 ഭാഗവും ഈ വീരമലക്കുന്നിൻ്റെ ഇടിച്ച് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ച് ആണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, കൂറ്റൻ കെട്ടുകൾ ഇത്തരത്തിൽ താഴെ വീഴുന്ന ഒരവസ്ഥ, അതുപോലെ ഇടിഞ്ഞു നിൽക്കുന്ന കുന്നുകൾ. ഇത് ദേശീയപാത, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയ്ക്ക്
തൊട്ടരികിലാണ് ഈ വീരമല കുന്ന് ഉള്ളത്. എന്തായാലും ഇവിടെ വലിയ തോതിലുള്ള ഒരു അപകട ഭീഷണി തന്നെ ഉണ്ടെന്ന് പറയാം. എന്തായാലും ഇതിൽ കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ ഒരു ഇത്തരത്തിൽ ഗതാഗത തടസ്സം പോലും ഉണ്ടായ ഒരു പ്രദേശമാണ് ഇവിടെയാണ് ഇപ്പോഴും അതേ അവസ്ഥയിൽ ഒരു ചെറിയ മഴ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നിരുന്നു. ഇതിനെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാണോ, അതുമാത്രമല്ല ഇത്തരത്തിൽ കുന്നിടിയുന്ന ഈ പ്രശ്നം പരിഹരിക്കണം എന്നും. പക്ഷേ ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. വലിയൊരു മഴ വന്നാൽ ഇതുവഴി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പൈവിളികയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ഒരു വീടിൻ്റെ മുകളിലാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റത്. അതിൽ വീട്ടിനകത്തുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത്. മാത്രമല്ല ഇവിടെ 2 വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും തീരദേശത്തുള്ളവരും മലയോര മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രതിസന്ധിയിലാകും. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ശരി, KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കുക. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് തന്നെയാണുള്ളത്. അലർട്ട് വരും മണിക്കൂറുകളിൽ മാറാനുള്ള സാധ്യതയുമുണ്ട്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച ഉന്നതതല യോഗം ഇന്ന്. വിരൽ ശസ്ത്രക്രിയയ്ക്ക് വന്ന കുട്ടിയുടെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയത് വലിയ വിവാദമായിരുന്നു. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ച സംഭവവും ചർച്ചയാകും. 2 സംഭവങ്ങളിലും ആശുപത്രി അധികൃതരോട് നേരിട്ട് ഹാജരാകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി VV വിനോദും MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഇന്നിപ്പോൾ തൈക്കാട് ആശുപത്രിയിലെ പിഴവും അതും ആരോപണവും വലിയ രീതിയിൽ ചർച്ചയാകും. ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ആശുപത്രി അധികൃതരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആ വിഷയത്തിൽ എന്താണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിശദീകരണം? ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് എന്താണ്? അശ്വതി, തൈക്കാട് ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു ചികിത്സാ പിഴവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. പ്രസവ തീയതി അടുത്തിരുന്നതാണ്. അപ്പോഴേക്കും കുഞ്ഞിന് ചലനമുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് അമ്മ ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ ഈ കാര്യം പറഞ്ഞെങ്കിലും ഡോക്ടർ ഗൗരവമായി എടുത്തില്ല. മാത്രവുമല്ല, ഈ യുവതിയെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോഴേക്കും കുഞ്ഞിന് ജീവൻ നഷ്ടമായിരുന്നു. ഇത് വലിയ വിവാദത്തിനാണ് ഇടയാക്കിയത്. 4 ദിവസം മുൻപായിരുന്നു ഈ സംഭവം. കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തിയായെങ്കിലും മൃതദേഹം കഴിഞ്ഞ ദിവസവും വിട്ടുകൊടുത്തിട്ടില്ല എന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തി. മാത്രവുമല്ല, അവർ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ്. പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ ചികിത്സ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയോട് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. മാത്രവുമല്ല, ഈ കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ അമ്മയുടെ ജീവൻ പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് ഉണ്ടായത്. അത്തരത്തിലൊരു ഗുരുതരമായ ചികിത്സാ പിഴവ് ഉണ്ടായി എന്ന ആരോപണം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അശ്വതി. ശരി, MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അത് ശരിയാണെന്ന് തെളിയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നു. എന്ത് രീതിയിലായിരിക്കും ഇനി അത് വിശദീകരിക്കുക? ഡോക്ടറെ അടക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നല്ലോ. അശ്വതി, തീർച്ചയായും വലിയ നാണക്കേടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഉണ്ടായിരിക്കുന്നത്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയാകെ മോശമാണ് എന്ന രീതിയിലുള്ള പ്രചാരണം, അല്ലെങ്കിൽ പ്രതിപക്ഷം അടക്കം ഇതാണോ നമ്പർ 1 കേരളം എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് നിന്നും ഇത്തരം സംഭവങ്ങളിനി ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശം അല്ലെങ്കിൽ ഇതിനായുള്ള നടപടികൾ എടുക്കാൻ ആരോഗ്യവകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരാതിയിൽ ഈ കുട്ടിയുടെ കൈ മാറി നാവിന് ശസ്ത്രക്രിയ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ നേരത്തെ ഈ കുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം മാപ്പപേക്ഷ എഴുതി നൽകിയത് തനിക്ക് പിഴവ് പറ്റിയെന്ന് പറഞ്ഞ ഡോക്ടർ പിന്നീട് അടിയന്തരമായ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ ചെയ്ത് കുട്ടിയുടെ നാവിന് കീഴിലൊരു കെട്ടുണ്ടായിരുന്നു. ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ ഭാവിയിൽ കുട്ടിക്ക് ഗുരുതരമായ സംസാര വൈകല്യ പ്രശ്നങ്ങൾ ഉണ്ടാവാം എന്നടക്കമുള്ള വാദമുഖങ്ങളുമായി മുന്നോട്ട് വരുന്നു.
മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ ഡോക്ടറെ പൂർണ്ണമായും വെള്ളപൂശുന്നു. ഡോക്ടർമാരുടെ സംഘടന KGMCT ഒക്കെ പോലും ഈ ഡോക്ടറെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇനിയും ഒരു കുട്ടിക്ക് ഇത് ആവർത്തിക്കരുതെന്ന ഒരു നിലപാടിലേക്ക് കുടുംബം നീങ്ങുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. അവർ ഈ ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയെടുത്തിരുന്നു. മറ്റ് ഡോക്ടർമാരുടെയും അറ്റൻഡർമാരുടെയും നഴ്സുമാരുടെയും അടക്കമുള്ള മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ ആരോഗ്യ വകുപ്പ് നിയമിച്ച പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിയമിച്ച പ്രത്യേക സംഘം, മെഡിക്കൽ ബോർഡ് എന്നായാലും അതിനെ വിദഗ്ധ സമിതി എന്ന് വിശേഷിപ്പിക്കാം എന്ന ഒരു സംഘമാണ്. ആ സംഘം കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തി ആശുപത്രി രേഖകൾ പരിശോധിച്ചിരുന്നു. ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. ഈ റിപ്പോർട്ട് DMOയ്ക്ക് നൽകുകയും DMO ഈ റിപ്പോർട്ട് DMAയ്ക്ക് ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായും സർക്കാരിൻ്റെ പരിഗണനയിലേക്കും വരും. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാവും പോലീസിൻ്റെ അന്വേഷണം ഏത് രീതിയിലേക്ക് പോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമാവുക. കൃത്യമായൊരു ഗുരുതരമായ അലംഭാവം ഈ കേസിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യും. ഇപ്പോഴും കുടുംബം പറയുന്നത് കയ്യിലെ ശസ്ത്രക്രിയയ്ക്കായാണ് തങ്ങൾ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഇത്തരമൊരു അനിവാര്യമായ ശസ്ത്രക്രിയ ഉണ്ടെങ്കിലും ആ വിവരം തങ്ങളെ അറിയിക്കേണ്ട ബാധ്യത, അല്ലെങ്കിൽ തങ്ങളുടെ സമ്മതം വാങ്ങിയ ശേഷം ഇത്തരമൊരു കാര്യം ചെയ്യേണ്ട ബാധ്യത ഡോക്ടർക്കുണ്ടായിരുന്നു. ഇതിനുശേഷം പിന്നീട് രണ്ടാമത്തെ ശസ്ത്രക്രിയയും മണിക്കൂറുകൾക്കുള്ളിൽ നടത്തുമ്പോൾ അത് കുട്ടിയുടെ ആരോഗ്യത്തിനെ, മാനസികമായ കരുത്തിനെയൊക്കെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന ഒരു പരിഗണന കൂടി ഡോക്ടർ നൽകേണ്ടിയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നിയമ നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ആരോഗ്യവകുപ്പ്. അശ്വതി. ശരി, MS സനീഷ് കുമാറും VV വിനോദുമാണ് വിശദാംശങ്ങൾ നൽകിയത്. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ മത്സ്യകർഷകർ കോടതിയിലേക്ക് പോവുകയാണ്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നീക്കം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നും കർഷകർ ആവശ്യപ്പെടും. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സമീപത്തെ വ്യവസായശാലകളിൽ നിന്ന് രാസമാലിന്യം ഒഴുക്കിവിട്ടോ എന്നറിയാൻ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. കുറ്റക്കാരായി കണ്ടെത്തിയാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ ഏത് ദൃശ്യങ്ങൾ, എവിടത്തെ ദൃശ്യങ്ങൾ എടുത്താലും കണ്ണ് നനയിക്കുന്ന ഇതുപോലെയാണ് നമുക്ക് തോന്നിയത്. അത്രത്തോളം നഷ്ടം ആ മത്സ്യകർഷകർക്ക് ഉണ്ടായിരുന്നു. മീനുകൾ ചത്തുപൊങ്ങിയ ആ ദൃശ്യങ്ങൾ. അവരിപ്പോൾ കോടതിയിലേക്ക് പോകുന്നു എന്നറിയുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മത്സ്യകർഷകർ കോടതിയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നീക്കം. ഓരോ കർഷകനും വലിയ നഷ്ടമാണ് ഉണ്ടായത്. 6 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായ കർഷകന്റെ വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ കർഷകർ കോടതിയിലേക്ക് നീങ്ങുകയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഏറ്റവും പുതിയ വാർത്ത എന്താണ്? മത്സ്യകർഷകർ കോടതിയിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം അവർക്ക് സംഭവിച്ച നഷ്ടങ്ങൾ വലുതാണ്. ഇവിടെ ഈ പരിസരത്ത് ഉണ്ടായിരുന്ന മുഴുവൻ ഈ കൃഷി ചെയ്യുന്ന മത്സ്യകർഷകർ, കൂട് കർഷകർ, ഇവരെ സമ്പൂർണ്ണമായും തന്നെ അവർ തകർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇനി ഈ അവർ പറയുന്നതനുസരിച്ച് പുഴയിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാനോ സാധിക്കാത്ത രീതിയിലേക്ക് അത്രമേൽ രാസമാലിന്യങ്ങൾ കലർന്നിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവനായിട്ട് തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. കടുത്ത പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിലാണ് അവർ ഇപ്പോൾ കോടതിയെ സമീപിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത്. നമുക്കൊപ്പം മത്സ്യ കർഷകർ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഒരു തീരുമാനം? എങ്ങനെയാണ് നമ്മൾ കോടതിയിൽ പോകാൻ തന്നെ തീരുമാനിക്കുന്നത്? ഇതിന് ആരാണോ ഇതിന്റെ ഉത്തരവാദി അവർക്കെതിരെ ന്യായമായ നടപടി സ്വീകരിക്കണം. ന്യായമായ നടപടി സ്വീകരിച്ച് ന്യായമായ നഷ്ടപരിഹാരം ഓരോ മത്സ്യകർഷകരും കിട്ടിയാലേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഈ കാലത്തൊന്നും ഇവിടെ ഒരു കൃഷി ചെയ്യാൻ നമുക്ക് പറ്റില്ല. എന്നാണ് ഈ വെള്ളം നന്നായി മാറി വരിക എന്നുള്ളത് നമുക്ക് പറയാം. കാരണം ഇതെല്ലാം ചീഞ്ഞ് അടിയുന്ന താഴേക്ക് തന്നെ പോവുക. പുഴ മുഴുവൻ മലിനീകരിച്ചു. ഒരു പൊടി മീൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കി. ഏറ്റവും കൂടുതൽ നഷ്ടം ബാധിച്ചേക്കുന്ന ഈ കൂട് കൃഷിയിലുള്ള എല്ലാവർക്കും പിടിക്കാറായ മീനുകളാണ്. 1.5 കിലോ 2 കിലോ മേലെയുള്ള കാളാഞ്ചികളെ മുഴുവൻ നശിച്ചു പോയത്. 1500 രൂപ മേലെ വില വരും. ഒരു മീന് മാത്രം വില വരും. ഒരു വർഷത്തോളം കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയെടുത്ത മീനാണ് അതൊക്കെ. ഇത്രയൊക്കെ നഷ്ടം സഹിച്ചിട്ട് ഈ കർഷകനെ ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഞങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടണം. ഞങ്ങൾക്കത് ആരാണെങ്കിലും ഉത്തരവാദി അവർക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുക. അതിനുവേണ്ടി ഞങ്ങൾ കോടതിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത് എല്ലാ മത്സ്യകർഷകരും കൂടെ. നിങ്ങളത് എങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്? മത്സ്യകർഷകർ ഒരുമിച്ചാണോ അതോ നമ്മളുടെ സംഘടനയായിട്ടാണ് പോകുന്നത്? സംഘടനയുടെ പേരിൽ നമ്മൾ പരാതി കൊടുത്ത് നമുക്ക് ഇതിന്റെ ന്യായമായ നഷ്ടപരിഹാരം നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ മുമ്പോട്ട് പോകും.
ഇത്രമാത്രം ഇത് നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ കൃഷി ചെയ്യുന്നവരാണല്ലോ, ഇനിയിപ്പോൾ അടുത്തെങ്ങും കൃഷി ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണോ? അതെ, ഈ വെള്ളത്തിൻ്റെ ഈ പോയിസൻ്റെ ഇത് അംശം എന്താണെങ്കിലും ഈ വെള്ളത്തിൽ കിടപ്പുണ്ടാവും. അത് ഒരു 3-4 മാസം കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ അംശം പോകുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പുറത്തുള്ള മീനുകൾ പോലും ഇല്ല. ഇപ്പം നമ്മൾ എന്തോരം കുഞ്ഞുങ്ങളിട്ട് വളർത്താൻ ശ്രമിച്ചാലും ഈ മഴക്കാലം ആയതുകൊണ്ട് വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം നല്ല രീതിയിൽ മാറിയാൽ മാത്രം നമുക്ക് ഇനി കുഞ്ഞുങ്ങളിടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സീസൺ ഈ കൊല്ലം അങ്ങോട്ട് പോകണേണ്. അപ്പോൾ ഈ കൊല്ലത്തിൽ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ കുഞ്ഞുങ്ങളിട്ട് നമുക്ക് ഡിസംബറിന് മുമ്പ് പിടിച്ച് കൊടുക്കാൻ പറ്റില്ല. ഡിസംബറിലാണ് നമ്മുടെ സീസൺ, നോർമൽ സീസൺ, ഈസ്റ്റർ അങ്ങനെ പ്രമാണിച്ച് ഈ ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചുള്ള സീസണാണ്. അപ്പോൾ അത് ഇനി ഇട്ടാൽ തന്നെ വളരാൻ സാധ്യതയില്ല. അടുത്ത മഴക്കാലം ആകുമ്പോൾ മുമ്പ് വളർന്ന് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്താലും നമുക്ക് ഈ കൊല്ലം നമ്മളുടെ നഷ്ടപ്പെട്ടേക്കാണ്. അപ്പോൾ അതിനുള്ള ഇതിനായിട്ട് നമ്മൾ കോടതിയിൽ പോയി അതിനുള്ള നഷ്ടപരിഹാരം മേടിച്ചെടുക്കുക തന്നെ വേറെ ലക്ഷ്യങ്ങളില്ല ഞങ്ങൾക്ക്. മറ്റൊരു ഉപജീവനമാർഗം നമുക്ക് ഇല്ല, ഇത് തന്നെയാണ്. വേറെ ഉപജീവനമാർഗ്ഗമൊന്നും ഇല്ല നമുക്ക്. ഇത് തന്നെയാണ് വെച്ചാൽ ഇനിയിപ്പോൾ പുഴയിൽ മീനില്ല. ചീനവല വലിച്ചാലോ ഈ പറഞ്ഞ നീട്ടുവല വിട്ടാലോ ചൂണ്ടിട്ടാലോ ഈ പറഞ്ഞ ഒരു മീനും കിട്ടാൻ പോകില്ല. ഇനി കടലിൽ പോകാൻ നമുക്ക് അറിയാനും പോലെ കടലിൽ പോകണ ലൈസൻസ് നമ്മുടെ അടുത്തില്ല. കാലത്തിൽ ഇതുപോലെ ഇത്ര കണ്ട് ഉള്ള ഒരു ദുരിതം ഇത് ആദ്യമാണോ? ഇത് ആദ്യമല്ല, ഇതിക്ക് മുന്നേയും ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് കാര്യമായിട്ടുള്ള ചെറിയ രീതിയിൽ പോന്നിരുന്നു, എന്നിട്ടും ഞങ്ങൾ പിടിച്ചു നിന്നതാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് അതായത് സുനാമി വരുന്ന മാതിരിയാണ് ഇപ്പൊ കയറി വന്നിരിക്കുന്നത്. സുനാമി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 2018 വെള്ളപ്പൊക്കത്തേലും നഷ്ടമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ അത്രയും ഞങ്ങൾക്ക് കഷ്ടപ്പെട്ടിരിക്കും. ഇപ്പൊ ഓരോ മീനുകൾ ഇപ്പൊ ഞങ്ങളിപ്പോ ഓരോരുത്തരും എല്ലാവരും കടം മേടിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തർ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിൽ നിന്ന് ഇപ്പോൾ ഇനി എങ്ങനെ കരകയറും എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്. എല്ലാ കർഷകരും ചിന്തിക്കുന്നത് അതാണ്. കാരണം വ്യവസായങ്ങളുടെ രാസമാലിന്യം തന്നെയാണോ കൂടുതൽ? തീർച്ചയായിട്ടും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഡാം കെട്ടിയിരുന്നത്, ഡാമിൽ നിന്ന് വെള്ളം വിടുമ്പോൾ അവിടെ നിന്ന് കെട്ടിയിരിക്കുന്ന ബണ്ടിൽ നിന്ന് വെള്ളം വിട്ട് കഴിയുമ്പോഴേക്കും ഇത് തന്നെ സംഭവിക്കുന്നത്. അത് തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. എന്നാൽ ഇതിക്ക് മുന്നേ കുറേശ്ശെ വന്നുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്നത് തന്നെ ഞങ്ങളെ വളരെയേറെ തളർത്തി കളഞ്ഞിരിക്കുന്നു. വ്യവസായ മന്ത്രിയുടെ ഒരു ജില്ല കൂടിയാണിത്. ഇദ്ദേഹത്തിന്റെയൊക്കെ ഒരു ഇടപെടൽ ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയല്ലേ? ഉറപ്പായിട്ടും അവർക്ക് വന്ന് കണ്ട് ഇതിന്റെ ന്യായമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അവരുടെ ഒരു വ്യവസായ മന്ത്രിയുടെ ഏറ്റവും അടുത്ത പ്രദേശമാണിത്. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇതിന് ആരാണോ ഇതിന്റെ നയപരമായ നടപടി ഉത്തരവാദി, അതിന് നയപരമായ നടപടി സ്വീകരിക്കണം. ഏത് കമ്പനിയാണോ അത് അടച്ചുപൂട്ടുക തന്നെ വേണം. ഇനി മേലാൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവരുത്. ഈ പുഴ മുഴുവൻ നശിപ്പിച്ചേക്കുക. ഇതിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് മത്സ്യകർഷകരുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഒരാൾക്കും ഇനി അന്നൊരു രൂപ പോലും പിടിച്ചെടുത്ത് ജീവിക്കാൻ പറ്റൂല. ജീവിതമാർഗം പോയി. ഈ രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ മുഴുവനായിട്ട് തന്നെ അവർ ജീവിതമാർഗം തകർക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോടതിയെ സമീപിക്കാൻ ഇവർ ഒരുങ്ങുന്നത്. ശരി ഡാനി, വ്യക്തമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് എത്രത്തോളം വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഒരു ജീവിതമാർഗം തന്നെ വഴിമുട്ടിപ്പോയ അവസ്ഥയാണുള്ളത്. ഡാനി പോളാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട പാനൂർ, ചെറ്റക്കണ്ടി ഷൈജു, സുബീഷ് എന്നിവർക്കാണ് സ്മാരകം നിർമ്മിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വലിയ വിവാദമായ വിഷയമായിരുന്നു ഈ ബോംബ് നിർമ്മിച്ചവർക്ക് വേണ്ടിയുള്ള സ്മാരകം. CPM അതിന് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ഈ ഉദ്ഘാടന ചടങ്ങ് എപ്പോഴാണ് നടക്കുക? അശ്വതി, 2015 ജൂൺ 6 രണ്ടുപേരുടെയും മരണത്തിന് കാരണമായ ബോംബ് സ്ഫോടനം നടന്നത്. അന്ന് ഈ സ്ഫോടനം നടക്കുന്ന കാലത്ത് CPM 2 പ്രവർത്തകരെയും പൂർണ്ണമായും തള്ളിപ്പറഞ്ഞതാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. പിന്നീട് കാലങ്ങൾ മാറിയപ്പോൾ മെല്ലെ ഇവർ രക്തസാക്ഷികൾ എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. ഇവർ ഈ RSSന്റെ ആക്രമണത്തിനെതിരായ പ്രതിരോധം, ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന രീതിയിലേക്ക് വരികയും ചെയ്യുകയാണ്. ഇതിനുശേഷമാണ് നാട്ടിൽ പിരിവ് നടത്തി പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഇവർക്ക് സ്മാരകം ഒരുക്കുന്നത്. കൊല്ലപ്പെട്ട പാനൂർ, ചെറ്റക്കണ്ടി, ഷൈജു, സുബീഷ് എന്നിവർക്കായാണ് ആ സ്മാരകം നിർമ്മിക്കുകയും ചെയ്തത്. എന്തായാലും ഈ ചടങ്ങ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ തന്നെ വിവാദമാവുകയും ആവർത്തിച്ച് മാധ്യമങ്ങൾ MV ഗോവിന്ദനോടക്കം കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി ഈ ചടങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യം അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. അതിനുശേഷം ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത്. എന്തായാലും ഇതിനോട് സമാനമായ സംഭവം തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സംഭവമാണ് വടകര തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഏപ്രിൽ 6 നടന്ന പാനൂരിലെ മറ്റൊരു സ്ഫോടനം. ഈ സ്ഫോടനത്തിലും ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെടുകയും ഒരാളുടെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർന്ന് ഏതാണ്ട് 15ഓളം പേരെ CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലെയും ഈ മരിച്ച ആൾക്കോ അല്ലെങ്കിൽ പരിക്കേറ്റ ആളുകൾക്കോ ഒന്നും ഈ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് CPM പറയുന്നത്.
UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലടക്കം പ്രതിപക്ഷ നേതാവൊക്കെ അടക്കം ഈ സ്ഥലത്തെത്തുകയും സമാധാന റാലി നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് CPM ജില്ലാ നേതൃത്വവും സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ അടക്കവും ഇത്തരം ആക്രമണങ്ങളെ തള്ളിപ്പറയുകയും ഒരു കാലത്ത് പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളാണ്, പിന്നീട് അവർ വഴിതെറ്റിപ്പോയി എന്നതടക്കമുള്ള വിശദീകരണങ്ങളാണ് ചെയ്തത്. ഏതാണ്ട് സമാനമായ സാഹചര്യം എന്ന് തന്നെ നമുക്ക് 2015 ഈ സംഭവത്തെയും വിശേഷിപ്പിക്കാം. അന്ന് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ CPM പിന്നീട് ഇവരെ സ്വീകരിക്കുകയും ഇവരുടെ പേരിൽ സ്മാരകം നിർമ്മിക്കുകയും ചെയ്യുന്ന സാഹചര്യം തന്നെയാണ്. ഒരുപക്ഷെ നാളെ ഈ ഏപ്രിൽ 6 നടന്ന സ്ഫോടനത്തിലെ പ്രതിയെയും ഇതുപോലെ തന്നെ സ്മാരകം ഉയരുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. അശ്വതി. ശരി അനീഷ്. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുകയാണ്. 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മോദി ഇന്ന് ഈസ്റ്റ് ഡൽഹിയിൽ പ്രചാരണം നടത്തും. മേനക ഗാന്ധിയും കനയ്യകുമാറും ഉൾപ്പെടെയുള്ളവരാണ് ജനവിധി തേടുന്നത്. ER രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. രാഗേഷ്, ഈ 6ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷ എത്രത്തോളമാണ്? ഏതൊക്കെ പ്രമുഖരാണ് നാളെ ജനവിധി തേടുന്നത്? അശ്വതി, 5 ഘട്ടങ്ങളിലായി 428 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇനി 2 ഘട്ടങ്ങൾ, അതിൽ 6ാം ഘട്ടത്തിലെ പരസ്യ പ്രചാരണമാണ് നാളെ അവസാനിക്കുന്നത്. 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ബീഹാറിൽ 8 മണ്ഡലങ്ങൾ, ഹരിയാനയിൽ 10, ഡൽഹിയിൽ 7, ജമ്മു കാശ്മീരിൽ 1 മണ്ഡലം, ഒഡീഷയിൽ 6, UPയിൽ 14, പശ്ചിമ ബംഗാളിൽ 8, ഇങ്ങനെ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടായ മേഖലകൾ ആണ് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ 7 സീറ്റുകളും BJP വിജയിച്ചു. ഹരിയാനയിലെ 10 സീറ്റുകളിലും BJP തന്നെയാണ് വിജയിച്ചത്. ജാർഖണ്ഡിലെ ഭൂരിഭാഗം സീറ്റുകളിലും BJP തന്നെയാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ ഏതായാലും വലിയ പ്രചാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് 2 തരത്തിലാണ് ശ്രദ്ധേയമാകുന്നത്. ഒന്ന്, അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസുമായി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ സഖ്യമുണ്ടാക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സഖ്യം എങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നത് ഇന്ത്യ സഖ്യത്തിന്, കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും ഒരുപോലെ നിർണായകമാണ്. പക്ഷേ കേജ്രിവാൾ ജയിലിൽ നിന്ന് പ്രചാരണരംഗത്ത് സജീവമാകുന്നതിനിടെയാണ് സ്വാതി മാലിവാൾ വിവാദം ഡൽഹി രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലെ പ്രചാരണ രംഗത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലുണ്ട്. കഴിഞ്ഞ ദിവസം നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ പ്രധാനമന്ത്രി റാലിയിൽ പങ്കെടുത്തിരുന്നു. ഇന്ന് ദ്വാരക, പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഡൽഹിയുടെ ഭാഗമായ ദ്വാരകയിലാണ് പ്രധാനമന്ത്രി ഇന്ന് റാലിയിൽ പങ്കെടുക്കുന്നത്. UPയിലെ 2 മണ്ഡലങ്ങളിലെ പ്രചാരണത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രചാരണത്തിനായി എത്തുന്നത്. അതായത് ബസ്തി അടക്കം 2 മണ്ഡലങ്ങളിലാണ് UPയിൽ പ്രചാരണം പ്രധാനമന്ത്രി നടത്തുന്നത്. അതിനുശേഷമാണ് ഡൽഹിയിലെത്തുക. രാഹുൽ ഗാന്ധി ഇന്ന് ഹരിയാനയിലാണുള്ളത്. ഹരിയാന കഴിഞ്ഞ തവണ 10ൽ 10 സീറ്റും BJP വിജയിച്ചതാണ്. പക്ഷേ ഇത്തവണ കർഷക സമരം, ഒപ്പം തന്നെ ജാട്ട് വിഭാഗത്തിൻ്റെ അതൃപ്തി, അതൊക്കെ എങ്ങനെ BJP മറികടക്കുമെന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് അവിടെ രാഹുൽ ഗാന്ധി ഏതായാലും പ്രചാരണത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഇന്ന് 4 ഇടങ്ങളിലെ പരിപാടിയിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. അതായത് സ്വാഭാവികമായും കോൺഗ്രസിന് മുൻകാലങ്ങളിൽ വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഹരിയാന. അവിടെ ഒരു തിരിച്ചു വരാനുള്ള ശ്രമമാണ് ഏതായാലും കോൺഗ്രസ് നടത്തുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് 4 റാലികളിൽ, മഹേന്ദ്രഗഡിലും പാഞ്ച്കുളയിലും അടക്കം 4 റാലികളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിർണായകമായ ഘട്ടത്തിലേക്ക്, അവസാന ഘട്ടങ്ങളിലേക്ക് രാജ്യത്ത് വോട്ടെടുപ്പ് കടന്നിരിക്കുകയാണ്. അശ്വതി. ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഇടക്കാല ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സോറന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതി EDയുടെ മറുപടി തേടിയിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങളുണ്ടെന്ന സംശയം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പങ്കുവയ്ക്കപ്പെടുന്നു. ആരോപണം ഉയർത്തുന്നത് കൂടുതലും ഹമാസ് അനുകൂലികളാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട രാഷ്ട്രനായകന് കണ്ണീരിൽ കുതിർന്ന അന്തിമോപചാരം അർപ്പിക്കുകയാണ് രാജ്യം. റൈസിയുടെ ഖബറടക്കം നാളെ ജന്മനാടായ മഷ്ഹദിൽ നടക്കും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പങ്കെടുക്കും. രഞ്ജിത്ത് രാമചന്ദ്രനാണ് ചേരുന്നത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്കാര ചടങ്ങുകൾ ഏത് രീതിയിലായിരിക്കും?
അശ്വതി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇറാൻ പ്രസിഡന്റിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്റർ അപകടവുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ ആ അപകടം നടന്ന ദിവസം മുതൽ തന്നെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഹമാസ് അനുകൂലികളാണ് ഇത്തരം പ്രചരണങ്ങൾ പടച്ചുവിടുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഉപരോധമാണ് ഈ അപകടത്തിന്റെ മൂല കാരണം എന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ അടക്കമുള്ള അതിനുള്ള അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങളൊന്നും ഉപരോധം മൂലം ഇറാന് കിട്ടിയിരുന്നില്ല, അതൊരു കാരണമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഹമാസ് അനുകൂലി നടത്തുന്ന വലിയ പ്രചരണം എന്ന് പറയുന്നത് എങ്കിലും മറ്റും അവർ തുടർച്ചയായി ഇടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൊസാദ്, നമുക്കറിയാം മൊസാദ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ചാരസംഘടനക്കാളൊക്കെ വലിയ തോതിൽ ഉള്ള നെറ്റ്വർക്കുള്ള ഒരു ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ്. ഈ മൊസാദിൻ്റെ അനുകൂലികൾ, മൊസാദിൻ്റെ പ്രതിനിധികൾ ഇറാൻ്റെ എല്ലാ മേഖലകളിലും നുഴഞ്ഞു കയറി ഉള്ളൊരു കാര്യം പ്രചരിക്കുന്നുണ്ട്. കാരണം ഇറാൻ്റെ ഭരണതലത്തിലായാലും മറ്റ് പ്രാദേശികമായാലും സൈനിക തലത്തിലായാലുമൊക്കെ ഈ മൊസാദ് അനുകൂലികളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രചരണം നേരത്തെ തന്നെ വ്യാപകമായുണ്ട്. അവർ ഇടപെട്ടാണ് ഇത്തരത്തിൽ ഒരു ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഈ ഹെലികോപ്റ്റർ പറത്തിയത് എന്നുള്ളൊരു പ്രചരണമാണ്. ഹെലികോപ്റ്റർ എന്ന മൊസാദ് ഏജന്റാണ് ഈ അത്തരത്തിൽ ഈ ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ ഈ ഹെലികോപ്റ്റർ താഴ്ത്തി പറന്ന് ഈ കുന്നുകളിൽ ഇടിപ്പിച്ച് ഈ പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത് എന്ന പ്രചരണമാണ്. പക്ഷേ അതിനൊന്നും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണമോ പ്രതികരണമോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും മോശം കാലാവസ്ഥയും ഒപ്പം ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുമാണ് ഈ വിഷയത്തിന് പിന്നിൽ എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് റഷ്യൻ സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ ഈ അപകടം നടന്ന അതിർത്തി പ്രദേശങ്ങളിലടക്കം എത്തി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഈ അമേരിക്കൻ സഹായം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറാൻ തേടിയിരുന്നു എന്നും അത് അമേരിക്ക നിരസിച്ചു എന്നുമുള്ള വളരെ സുപ്രധാനമായ വിവരമാണ്. കാരണം നമുക്കറിയാം അമേരിക്ക ഇറാന്റെ ശത്രു രാജ്യമാണ്. ഈ ശത്രു രാജ്യത്തിന്റെ സഹായം പോലും തേടേണ്ടത്തക്ക വിധത്തിലേക്ക് ഇറാൻ മാറി ഈ പ്രത്യേക സാഹചര്യത്തിൽ എന്നുള്ളതാണ്. പക്ഷേ അമേരിക്ക അതിനെ വീക്ഷിച്ചപ്പോൾ ഈ മലനിരകളിലെത്തി ഈ ഹെലികോപ്റ്റർ കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായ പ്രവൃത്തിയാണെന്നും അതിനാൽ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ട എന്നും പ്രസിഡന്റ് തന്നെ നിർദ്ദേശം നൽകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഈ സാങ്കേതിക തകരാർ തന്നെയാണ് അപകട കാരണം എന്ന നിഗമനത്തിലാണ് ഇറാൻ ഉള്ളത്. നേരത്തെ അശ്വതി ചോദിച്ചതുപോലെ അന്തരിച്ച ഇറാൻ പ്രസിഡന്റിന്റെ ഖബറടക്കം നാളെ ജന്മനാടായ മഷ്ഹദിലാണ് നടക്കുക. വലിയ വിലാപയാത്ര കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇപ്പോഴും പൊതുദർശനമടക്കം പുരോഗമിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി തടിച്ചുകൂടിയത്. ഇന്ത്യയുടെ പ്രതിനിധിയായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ചടങ്ങിൽ നാളെ പങ്കെടുക്കും എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു വിവരം പുറത്തു വരുന്നത് ജൂൺ 28-ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇതിനുള്ള നടപടിക്രമങ്ങൾ ആത്മീയാചാര്യന്മാർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ഒപ്പം ഹെലികോപ്റ്ററിന്റെ ട്രാൻസ്പോണ്ടർ പ്രവർത്തിച്ചിരുന്നില്ല എന്ന തുർക്കിയുടെ ഒരു വാദവും ഈ ഘട്ടത്തിൽ നിർണായകമാണ്. ഈ ട്രാൻസ്പോണ്ടർ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കൂടുതൽ സമയം കിട്ടിയേനേയും എന്നുള്ള കാര്യവും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ലഭിച്ചേക്കാം. അശ്വതി. ശരി, രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തയിലേക്ക്. മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇ ഡി സമൻസ് ചോദ്യം ചെയ്ത് CMRL MD SN ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം. സീനിയർ ഓഫീസർ അഞ്ജു M. കുരുവിളയെ രാത്രി മുഴുവൻ തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമാണ് എന്നാണ് CMRLന്റെ മറ്റൊരു വാദം. CMRL MDയെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഇ ഡി ഇന്ന് കോടതിയെ അറിയിച്ചേക്കും. സീനിയർ ഓഫീസർ അഞ്ജു M. കുരുവിളയെ രാത്രി തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തതിലും ഇ ഡി ഇന്ന് വിശദീകരണം നൽകിയേക്കും. കൊച്ചിയുടെ തീരദേശ മേഖലയായ കണ്ണമ്മാലിയിൽ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട ഇന്ത്യൻ ലാറ്റിൻ കാത്തലിക് കൌൺസിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ചെല്ലാനം മോഡൽ ടെട്രാപോഡ് പദ്ധതി അടിയന്തരമായി ഇവിടെ നടപ്പാക്കണമെന്ന് കൌൺസിൽ ചെയർമാൻ സുനിൽ ജേക്കബ്, ജനറൽ സെക്രട്ടറി ജാക്സൺ ആറാട്ടുകുളം എന്നിവർ ആവശ്യപ്പെട്ടു. ഞാനുണ്ട് ഇവിടെ ചോദിക്കാനെന്ന ന്യൂസ് 18 വാർത്താ പരിപാടിയാണ് കണ്ണമ്മാലിയിലെ ജനങ്ങളുടെ ദുരിത ജീവിതവും ആശങ്കയും പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചത്. പാലക്കാട് കൊല്ലങ്കോട്
വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ പുലി കുടുങ്ങി. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എസ് വിനേഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. വിനേഷ്, എന്താണ് ഇനിയുള്ള നടപടി? എന്തിനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ? അശ്വതി, ഏകദേശം 4 വയസ്സ് പ്രായം കണക്കാക്കുന്ന പെൺപുലിയാണ് ഇവിടെ കെണിയിൽ കുടുങ്ങിയിട്ടുള്ളത്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിലാണ് സംഭവം. ഈ വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ പറമ്പിലാണ് ഇവിടെ ഇത് യഥാർത്ഥത്തിൽ ഇത് വനവുമായി അതിരിടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ സാധാരണ നിലയിൽ പുലിയും കടുവയും എല്ലാം ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ്. രാവിലെയാണ് വീട്ടുകാർ ഇത് പുലി ഈ കെണിയിൽ കുടുങ്ങിയത് കണ്ടത്, ഈ കമ്പിവേലിയിൽ കുടുങ്ങിയത് കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനെ മയക്കുവെടി വെച്ച് കൂട്ടിലാക്കാനുള്ള ശ്രമം അല്പസമയത്തിനകം ആരംഭിക്കും. കാലിലും വയറിലുമാണ് കമ്പി കുടുങ്ങിയിരിക്കുന്നത്. പക്ഷേ പുലിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിലവിൽ വലിയ മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുന്നതിൽ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ വനം വകുപ്പ് സർജൻ സ്ഥലത്തെത്തും. തുടർന്ന് മയക്കുവെടി വെച്ച ശേഷം ഇതിനെ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയാണ് വനം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ശരി വിനേഷ്. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് എക്സൈസ് കമ്മീഷണറുടെ സർക്കുലർ. മെയ് 30 മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിൽ സ്കൂളുകൾ സന്ദർശിക്കണം. ജൂൺ 1 മുതൽ മഫ്തി പട്രോളിംഗും ബൈക്ക് പട്രോളിംഗും ഏർപ്പെടുത്തണം. സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിലുണ്ട്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ കർശന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ റേഞ്ചിന്റെ ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ അതത് പരിധിയിലുള്ള സ്കൂളുകൾ സന്ദർശിക്കണം. ജൂൺ 1 ശേഷം, അതായത് സ്കൂൾ തുറന്ന ശേഷം തുടർച്ചയായി മഫ്തിയിലും അതോടൊപ്പം തന്നെ ബൈക്ക് പട്രോളിംഗും സ്കൂൾ പരിസരത്ത് നടത്തണം. സ്കൂളുകൾക്ക് സമീപമുള്ള ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ, കാടുകയറിയ സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ കൃത്യമായ നിരീക്ഷണം നടത്തണം. അതോടൊപ്പം തന്നെ സ്കൂളിൽ വരുന്ന അപരിചിതർ അവരെ കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം. സ്കൂളിന് സമീപത്തേക്ക് വരുന്ന വാഹനങ്ങൾ, അത് ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വാഹനങ്ങൾ, കൂടുതൽ യുവാക്കൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കണം നിർദ്ദേശമാണ് ഇപ്പോൾ റേഞ്ച് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. അതാണ് ഈ സ്കൂളുകളിലെ ലഹരി ഉപയോഗം നേരത്തെ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ്. തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ സർക്കുലർ വന്നിരിക്കുന്നത്. മെയ് 30 മുൻപ് റേഞ്ച് ഇൻസ്പെക്ടർമാർ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്നും ജൂൺ 1 മുതൽ മഫ്തി പട്രോളിംഗും ബൈക്ക് പട്രോളിംഗും ഏർപ്പെടുത്തണമെന്നുമാണ് സർക്കുലറിൽ പറയുന്നത്. സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സ്കൂളുകളിലെ ലഹരി ഉപയോഗം തടയാനുള്ള കർശന നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എക്സൈസ്. ഇപ്പോൾ എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും ഏർപ്പെടുത്തണം. സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണം എന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. വി വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഈ സ്കൂൾ കുട്ടികൾ ഈ ലഹരി മാഫിയയുടെ വലയിലാകുന്നതടക്കം നമ്മളടക്കം പരമ്പരയടക്കം ചെയ്തതാണ്. നിരവധി കുട്ടികൾ ഇത്തരത്തിൽ അവരുടെ വലയിൽ കുടുങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇത് അന്വേഷിക്കാനായി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിലും ഇപ്പോൾ ഇത് കർശനമാക്കുകയാണല്ലോ. എന്തൊക്കെയാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? അശ്വതി, പല സ്കൂളുകളിലും കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് അത് വലിയ തോതിൽ കുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നതായി കണ്ടെത്തിയിരുന്നു. അത് തിരുവനന്തപുരത്ത് അടക്കം പല സ്കൂളുകളിലും ഇത്തരത്തിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു. മറ്റ് വലിയ കണ്ണികൾ, വലിയ ശൃംഖലകൾ, അതിന്റെ ഭാഗമായുള്ള യുവാക്കൾ ഈ സ്കൂളുകൾക്ക് പരിസരത്തേക്ക് എത്തുകയും കുട്ടികളെ വലയിലാക്കുകയും അവർക്ക് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ കൊടുക്കുകയും ചെയ്യുന്നത് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ഹണ്ടും പി ഹണ്ടും പോലുള്ള പരിശോധനകൾ, അതായത് ഈ ലഹരി കൊടുത്ത് ലൈംഗികമായി തന്നെ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി, ഗുരുതരമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു സ്കൂൾ തുറക്കൽ സമയമാകുമ്പോൾ എക്സൈസ് വകുപ്പ് ഊർജിതമായ നടപടികളുമായി രംഗത്തിറങ്ങുന്നത്. മെയ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ റേഞ്ച് ചുമതലയുള്ള ഇൻസ്പെക്ടർമാർ അവരുടെ പരിധിയിലുള്ള എല്ലാ സ്കൂളുകളും സന്ദർശിക്കണം. ജൂൺ 1 ശേഷം സ്കൂളുകൾക്ക് സമീപം മഫ്തിയിലും അതോടൊപ്പം തന്നെ ബൈക്ക് പട്രോളിംഗും ശക്തമാക്കണം. സ്കൂളുകൾക്ക് സമീപമുള്ള
ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ, ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ, കാട് കയറിയ പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തണം. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളുകൾക്ക് സമീപം എത്തുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ദുരൂഹ സാഹചര്യങ്ങളിലൊക്കെ കാണുന്ന വാഹനങ്ങളുണ്ട്, അജ്ഞാത വാഹനങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, ആ പ്രദേശത്ത് പരിചിതമല്ലാത്ത വാഹനങ്ങൾ അവിടെ വന്നു പോകുന്നുവെങ്കിൽ അക്കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കണം. ആ വാഹനത്തിലുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കണം തുടങ്ങി കർശനമായ നിർദ്ദേശമാണ് എക്സൈസ് കമ്മീഷണർ ഇപ്പോൾ റേഞ്ച് ഇൻസ്പെക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. എല്ലാ ജില്ലാ മേധാവിമാർക്കും ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ നൽകിയിട്ടുണ്ട്. ഇവരാണ് ഇത് നടപ്പാക്കേണ്ടത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത്യന്തം ഗുരുതരമായ ചില സ്ഥിതിവിശേഷങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ കൂടിയും സ്കൂളുകളിൽ ഈ ലഹരി വസ്തുക്കൾ നൽകുന്നു, അല്ലെങ്കിൽ അതിനുശേഷം അവരെ ശാരീരികമായി ചൂഷണം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ പരാതികളായി തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ. അശ്വിനി. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് കേസിൽ ഉപഹർജിയുമായി സർക്കാർ ഹൈക്കോടതിയിൽ. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന സർക്കാർ ആവശ്യം. കേസിൽ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് സർക്കുലറായി കീഴ്ക്കോടതികൾക്ക് നൽകണമെന്നും ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, ഈ ഉപഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? എത്രത്തോളം പ്രാധാന്യമുള്ളതാണത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ആ മെമ്മറി കാർഡിന്റെ പരിശോധന നടന്നു എന്ന ആരോപണമുണ്ടായിരുന്നു. അതിൽ കോടതി തലത്തിലുള്ള അന്വേഷണം നടത്താൻ ഹൈക്കോടതി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ സർക്കാർ ഇപ്പോൾ ഉപഹർജി നൽകിയിട്ടുള്ളത്. മെമ്മറി കാർഡിന്റെ പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളിൽ സർക്കുലർ വേണം. ഈ മാർഗനിർദ്ദേശങ്ങൾ സർക്കുലറായി തന്നെ കീഴ്ക്കോടതികൾക്ക് നൽകുകയും വേണം. സെഷൻസ് മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഈ സർക്കുലർ ബാധകമാക്കണം എന്നതാണ് സർക്കാരിന്റെ ഉപഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. സർക്കുലർ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നൽകിയ ഉപഹർജിയിലാണ് ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളത്ത് സെഷൻസ് ജഡ്ജി വസ്തുതാ തലത്തിലുള്ള അന്വേഷണം നടത്താൻ ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവ് നൽകിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. അന്വേഷണം വേണ്ടെന്ന 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ നിർദ്ദേശങ്ങൾ നൽകിയത്. കീഴ്ക്കോടതികൾക്ക് ഇത്തരത്തിൽ സർക്കുലർ നൽകണം എന്ന ഉപഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്നാണ് സർക്കാരിന്റെ ഉപഹർജിയിലെ ആവശ്യം. CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശത്തിൽ ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയിൽ രാജ്ഭവൻ നിയമോപദേശം തേടും. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമോ എന്ന കാര്യം അതിനുശേഷമാകും തീരുമാനിക്കുക. കേരള സർവകലാശാലയിലേക്ക് ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ നടപടിക്കാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടത്. വിഷയത്തിൽ സർവകലാശാലയുടെ തുടർ നീക്കങ്ങളും വൈകാതെ ഉണ്ടാകും. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. കിഫ്ബിക്കും തോമസ് ഐസക്കിനും വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അരവിന്ദ് P. ദത്താറും ജയദീപ് ഗുപ്തയും ഹാജരാകും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിലെ 13 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജി അനുവദിച്ച് അമ്മയെ കേസിൽ കക്ഷി ചേർത്തിരുന്നു. CBI രജിസ്റ്റർ ചെയ്ത കേസിലെ 13 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം ഇന്ന് നടക്കും. ഓരോ ജാമ്യാപേക്ഷയിലും പ്രത്യേകം വാദം കേൾക്കണമെന്ന് CBI ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. നഴ്സിംഗ് പ്രവേശന പ്രതിസന്ധിയിൽ കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും ആരോഗ്യമന്ത്രി വീണ ജോർജുമായുള്ള ചർച്ച ഇന്ന് നടക്കും. മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്തില്ലെന്ന മാനേജ്മെന്റുകളുടെ പ്രഖ്യാപനവും അഫിലിയേഷൻ പ്രതിസന്ധിയുമാണ് ചർച്ചാ വിഷയങ്ങൾ. ഏകജാലക സംവിധാനം വഴി പ്രവേശനം നടത്തുന്ന പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും ക്രിസ്ത്യൻ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും പുറമെ സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തുന്ന 37 കോളേജുകളെ കൂടിയാണ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഇടവേള.
ചെയ്യുകയായിരുന്നു. കൊച്ചിയിൽ മോഡൽ ലഹരിമരുന്നുമായി പിടിയിലായ കേസിൽ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും. പിടിയിലായ മോഡൽ അൽക്ക ബോണി മോഡലിംഗ് കമ്പനികൾക്കായി ലഹരിമരുന്ന് എത്തിച്ചിരുന്ന ഏജന്റാണ് എന്നാണ് വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരിമരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും പോലീസ് ചോദ്യം ചെയ്യും. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ പിടിയിലായ മോഡൽ മാത്രമല്ല, അതിന് പിന്നിലൊരു വലിയ മാഫിയ ഉണ്ട് എന്ന് വേണമോ കരുതാൻ? അശ്വതി, അങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങൾ. മോഡലായ അൽക്ക ബോണി തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ വിറ്റിരുന്നു. ആ സുഹൃത്തുക്കളെയും ഈ ലഹരി ഇടപാടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതുവഴി വലിയൊരു ലാഭം അൽക്ക സ്വന്തമാക്കുകയും ചെയ്തു എന്ന് ഇപ്പോൾ ഉള്ള അന്വേഷണത്തിലും അൽക്കയുടെ മൊഴിയിൽ നിന്നും പോലീസിന് കണ്ടെത്തുകയും ചെയ്തു. മോഡലിംഗിന്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ലഹരി ഇടപാട്, ലഹരി വിൽപ്പന അൽക്ക നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അൽക്ക മോഡലിംഗ് ചെയ്തിരുന്ന 3 സ്ഥാപനങ്ങളിലെ മാനേജർമാരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ഇവർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം ഇവരുടെ അൽക്ക ഉൾപ്പെടെ 5 പേരെയായിരുന്നു അന്ന് പോലീസ് ഈ ലഹരി കേസിൽ പിടികൂടിയത്. അതിൽ ഒരു ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതാരാണെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ ബോസ് ആണ് ഇവർക്ക് വേണ്ട ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഇതിലൂടെ ഇയാൾ വലിയൊരു ലാഭം കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്നും പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ബോസിനെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം അൽക്കയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുമുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നടക്കുന്നത്. പെൺ സുഹൃത്തുക്കളടക്കം ഇതിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ലഹരി എത്തിക്കുന്നതിന് വേണ്ടി ഈ സുഹൃത്തുക്കളെ അൽക്ക ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ആകാശച്ചുഴിയിൽപ്പെട്ട സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാർക്ക് സഹായവുമായി സിംഗപ്പൂർ എയർലൈൻസ് സംഘം ബാങ്കോക്കിലെത്തി. സംഭവങ്ങളിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാവുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്ന വിമാനം അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ബാങ്കോക്കിലെ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ബാങ്കോക്കിലെ പ്രാദേശിക സമയം വൈകുന്നേരം 3:45 എമർജൻസി ലാൻഡിംഗ്. ബോയിംഗ് 777-300 ER വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൽ 211 യാത്രക്കാരും 18 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം യാത്ര തുടരുന്നതിനിടെ ജീവനക്കാർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശച്ചുഴിയിൽപ്പെട്ടത്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ആൻഡമാൻ കടലിന് മുകളിൽ വെച്ച് ഏതാണ്ട് 5 മിനിറ്റ് കൊണ്ട് വിമാനം 1800 മീറ്ററിലേറെ താഴ്ചയിലേക്ക് എത്തി. 3:35 ബാങ്കോക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് അനുമതി തേടി സന്ദേശം ലഭിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പ്രതികൂല കാലാവസ്ഥയും പാലക്കാട്ടെ നെൽകർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. തുടർച്ചയായ മഴ ഞാറ്റടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. വിത്ത് സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയും കർഷകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 1ാം വിളയിലും 2ാം വിളയിലുമായി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ കുടിശ്ശിക നൽകാനുണ്ട്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ ബാങ്കുകൾ അനാസ്ഥ തുടരുകയാണ്. ഈ വർഷത്തെ 1ാം വിള കൃഷിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ വിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുമില്ല. മെയ് ആദ്യവാരത്തിന് ശേഷമെങ്കിലും വേനൽ മഴ ലഭിക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. മഴ തുടരുന്നതോടെ ഞാറ്റടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം വിത്ത് പോലും കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായി. വിത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിഭവനിലൂടെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പ്രാവശ്യം അതും ഇല്ലാത്തൊരവസ്ഥ. കാലാവസ്ഥയാണെങ്കിൽ വളരെയേറെ പ്രതികൂലം. വേനൽമഴ ഇല്ലാത്തത് കാരണം പൊടിവത വിതയ്ക്കാനോ മറ്റൊന്നും മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ വെള്ളമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഞാറുപാകണമെങ്കിൽ അതിനും പ്രയാസം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്താൽ സർക്കാരാണെങ്കിൽ പണം തരുന്നില്ല. കഴിഞ്ഞ 1ാം വിളൻ്റെ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ 2ാം വിള എടുത്തതിൽ പലർക്കും PRS കൈവച്ച് ലോണിന് വേണ്ടി ബാങ്കുകാർ കയറിയിറങ്ങുകയാണ്.
അത് കർഷകരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റ് നിത്യനിദാന ചെലവുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. 4 മാസമായി കൊയ്തിട്ട് 1 മാസം വീട്ടിൽ നെല്ല് കെട്ടണം. നെല്ലെടുത്തിട്ട് പോയി 3 മാസമായി. PR ചെയ്തിട്ട് 3 പ്രാവശ്യം ബാങ്കിൽ പോയി. 3 പ്രാവശ്യം പേരെ വന്നിട്ടില്ല. അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞ് യാതൊരു കാര്യമില്ല. അവർ സപ്ലൈ കോളേജിൽ ഇങ്ങോട്ട് അയച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ PR 3 ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ലോൺ അയച്ചാൽ തരുള്ളൂ. എല്ലാവരും തരില്ല. ബാങ്കുകൾ മാറി മാറി പോയി എപ്പോഴേക്ക് അവിടെ ഏതും കിട്ടാൻ പറ്റില്ല. എനിക്ക് കിട്ടാനും പറ്റില്ല. നെല്ല് വിത്ത് വാങ്ങണ അന്ന് വിത്ത് കിട്ടിയില്ല. ഇപ്പോൾ വിത്ത് വാങ്ങണ 45 ഉള്ളൂ 1 കിലോ വിത്തിന്. അത് എവിടെയും പോയി വാങ്ങിയിട്ട് വരാം. 2 പൂവലായിട്ടാണ് പാലക്കാട്ടെ നെൽകൃഷി രീതി. ആദ്യത്തെ പൂവൽ തന്നെ കൃഷിയിറക്കാനാവാത്ത സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് 18 പാലക്കാട്. MG സർവകലാശാല ഡിഗ്രി പരീക്ഷയിൽ കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസസിന് അഭിമാന നേട്ടം. ഡിഗ്രി പരീക്ഷയിൽ കോളേജിലെ വിദ്യാർത്ഥികൾ 1, 2, 3 റാങ്കുകൾ ഉൾപ്പെടെ 40 റാങ്കുകൾ സ്വന്തമാക്കി. എല്ലാ കോഴ്സുകളിലുമായി 95% വിജയവും കരസ്ഥമാക്കിയിട്ടുണ്ട്. മാനേജ്മെന്റിന്റെയും പ്രഗത്ഭരായ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി മാത്യു പറഞ്ഞു. മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ ഡയറക്ടർ ഫാദർ മാത്യു വട്ടത്തറ അഭിനന്ദിച്ചു. കായിക വാർത്ത നോക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ഫൈനലിൽ പ്രവേശിച്ചു. ആദ്യ ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തകർത്താണ് കൊൽക്കത്ത ഫൈനൽ പ്രവേശം ഗംഭീരമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിന് 19.5 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. കൊൽക്കത്ത 13.4 ഓവറിൽ ലക്ഷ്യം മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ നായകൻ ശ്രേയസ് അയ്യരും വെങ്കടേഷ് അയ്യരും ചേർന്ന കൂട്ടുകെട്ടാണ് കൊൽക്കത്തയുടെ വിജയം അനായാസമാക്കിയത്. നേരത്തെ 3 വിക്കറ്റെടുത്ത സ്റ്റാർ പേസർ മിച്ചൽ സ്റ്റാർക്ക് അടക്കമുള്ള ബൌളർമാർ മികച്ച രീതിയിൽ പന്തെറിഞ്ഞതോടെ ഹൈദരാബാദ് ബാറ്റിംഗ് നിര പരാജയപ്പെടുകയായിരുന്നു. തോറ്റെങ്കിലും ഹൈദരാബാദിന് ഫൈനലിലെത്താൻ ഒരവസരം കൂടിയുണ്ട്. ഇന്ന് നടക്കുന്ന ബംഗളൂരും രാജസ്ഥാൻ തമ്മിലുള്ള എലിമിനേറ്ററിലെ വിജയിയെ തോൽപ്പിച്ചാൽ ഹൈദരാബാദിന് ഫൈനൽ കളിക്കാം. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സിൽ സജിത്ത് ചേരും. നമസ്കാരം.